ആധുനിക ലോകം ഇന്ന് സങ്കീർണമായ യുദ്ധങ്ങളുടെ നടുവിലാണ്. യുക്രൈൻ റഷ്യ സംഘർഷം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ അവസാനമില്ലാതെ നീളുമ്പോഴും ആഗോള സാമ്പത്തിക ക്രമവും സമാധാനവും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. മിക്ക ആഗോള സംഘർഷങ്ങളിലും കൃത്യമായ ഒരു വിടവാങ്ങൽ തന്ത്രം, അതായത് എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ലാത്തത് അവയെ ദീർഘകാല പ്രത്യാഘാതങ്ങളുള്ള മുറിവുകളാക്കി മാറ്റുന്നു. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക ചരിത്രത്തിലെ തികച്ചും വ്യത്യസ്തവും വിപ്ലവകരവുമായ ഒരു അധ്യായമായി മാറുകയാണ്. കേവലം 88 മണിക്കൂറുകൾ കൊണ്ട് ശത്രുവിൻ്റെ നട്ടെല്ലൊടിക്കുകയും അതേസമയം സ്വയം സുരക്ഷിതമായിരിക്കുകയും ചെയ്ത ഈ സൈനിക നീക്കം 6 പ്രധാന തൂണുകളിലായാണ് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ മാറിയ പ്രതിരോധ തന്ത്രത്തിൻ്റെയും സാങ്കേതിക കരുത്തിൻ്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും നേർക്കാഴ്ചയാണിത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതൊരു നിയന്ത്രിത യുദ്ധമായിരുന്നു എന്നതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ലക്ഷ്യബോധമില്ലാത്തതും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് അറിയാത്തതുമാണ്. ഉദാഹരണത്തിന് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ ഇതിനകം തന്നെ $27 ബില്യൺ ചിലവാക്കി കഴിഞ്ഞു. എന്നിട്ടും അവിടെ സമാധാനം എന്നത് വിദൂര സ്വപ്നമായി അവശേഷിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് തികഞ്ഞ വ്യക്തതയോടെയായിരുന്നു. ഭീകരവാദികളെയും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും നിഷ്ക്രിയരാക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു സാധാരണ പൗരന്റെ പോലും ജീവൻ അപായപ്പെടുത്തരുത് എന്ന കർശന നിർദ്ദേശവും സൈന്യത്തിന് നൽകിയിരുന്നു. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യയുടെ പ്രതികരണം വളരെ കൃത്യവും ആസൂത്രിതവുമായിരുന്നു. ശത്രുവിൻ്റെ 9 തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം കേവലം 88 മണിക്കൂറുകൾക്കുള്ളിൽ വിജയകരമായി പൂർത്തിയാക്കി. സൈനിക ചരിത്രത്തിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ആണവായുധ രാജ്യത്തെ വെടിനിർത്തലിന് നിർബന്ധിതരാക്കുന്നത് അപൂർവമായ കാഴ്ചയാണ്. സ്വന്തം നിബന്ധനകളിൽ യുദ്ധം തുടങ്ങുകയും ലക്ഷ്യം പൂർത്തിയാക്കി കൃത്യസമയത്ത് പിന്മാറുകയും ചെയ്തതിലൂടെ നിയന്ത്രിത യുദ്ധമുറയുടെ പുതിയൊരു പാഠപുസ്തകമാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നത്. രണ്ടാമത്തെ തൂണായി ഓപ്പറേഷൻ സിന്ദൂർ ഉയർത്തിക്കാട്ടുന്നത് ശത്രുവിൻ്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഇന്ത്യയുടെ കരുത്താണ്. പാക് അധീന കാശ്മീരിലെ ഭീകര താവളങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളായ സിയാൽകോട്ട്, ബഹാവൽപൂർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളെയും ഇന്ത്യ തകർത്തെറിഞ്ഞു. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ലോഞ്ച് പാഡുകൾ ഒരേ സമയം ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ അഭിമാനമായ നൂർഖാൻ, സർഗോദ തുടങ്ങിയ വ്യോമത്താവളങ്ങളെപ്പോലും ഇന്ത്യയുടെ ലക്ഷ്യപരിധിയിൽ കൊണ്ടുവന്നതിലൂടെ ഒരു സുരക്ഷിത താവളവും ഇന്ത്യക്ക് അപ്രാപ്യമല്ലെന്ന കർശനമായ മുന്നറിയിപ്പാണ് നൽകിയത്. ഈ ആക്രമണങ്ങളുടെ ആഴം ചരിത്രപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. IC-814 വിമാനം തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യ സൂത്രധാരൻ യൂസഫ് അസ്ഹർ, പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുദസ്സർ അഹമ്മദ് തുടങ്ങിയ 100-ലധികം ഭീകരരെ ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യ വധിച്ചു. പാകിസ്ഥാൻ കാലങ്ങളായി ഉയർത്തിയിരുന്ന ആണവ ബ്ലാക്ക്മെയിലിംഗ് എന്ന തന്ത്രത്തെ ഈ മിന്നലാക്രമണത്തിലൂടെ ഇന്ത്യ എന്നേക്കുമായി ഇല്ലാതെയാക്കി. ആണവായുധങ്ങൾ കയ്യിലുണ്ടെന്ന കാരണം പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്ന പാകിസ്ഥാന് അതിർത്തി കടന്ന് അവരുടെ മണ്ണിൽ കയറി പ്രഹരിക്കാനുള്ള ഇന്ത്യയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ നിസ്സഹാരായി നോക്കി നിൽക്കേണ്ടി വന്നു. മിക്ക യുദ്ധങ്ങളിലും ഇരുപക്ഷത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ ആ പതിവ് തെറ്റിച്ചു. ശത്രുപക്ഷത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ സ്വന്തം രാജ്യത്ത് അതിൻ്റെ ആഘാതം ഒട്ടുമേൽക്കാത്ത തരത്തിലുള്ള ആസൂത്രണമാണ് ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകിടം മറിച്ചുകൊണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളും സ്കാർപ്പ് മിസൈലുകളും ഉപയോഗിച്ച് കേവലം 23 മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യ ദൗത്യം പൂർത്തിയാക്കി. ഇത് ഇന്ത്യയുടെ സാങ്കേതിക മേധാവിത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മെയ് 10 ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ 11 വ്യോമത്താവളങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഒരു ആണവായുധ രാജ്യത്തിന്റെ 11 വ്യോമത്താവളങ്ങളെ ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. പാകിസ്ഥാൻ വ്യോമസേനയുടെ 20% ആസ്തികൾ ഈ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ തൊഴുത്തുവിട്ട 100 കണക്കിന് ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സംവിധാനമായ ആകാശത്തീർ വിജയകരമായി തടഞ്ഞു. ശത്രുവിന് കനത്ത ആഘാതം നൽകുകയും എന്നാൽ സ്വന്തം മണ്ണിൽ ഒരു മിസൈൽ പോലും പതിക്കാതെ കാക്കുകയും ചെയ്തതിലൂടെ ആധുനിക യുദ്ധതന്ത്രത്തിൽ ഇന്ത്യ ഒരു പുതിയ നാഴികക്കല്ല് സ്ഥാപിച്ചു. ജായ്, അതായത് ജോയിൻനെസ്, ആത്മനിർഭരത, ഇൻഡിജനൈസേഷൻ എന്ന തത്വമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിലെ 4ാമത്തെ തൂൺ. കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്തമായ നീക്കമായിരുന്നു ഇത്. 2019 ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പദവി രൂപീകരിച്ചതിലൂടെ വന്ന പരിഷ്കാരങ്ങൾ ഈ ദൗത്യത്തിൽ വലിയ ഗുണം ചെയ്തു. മുൻകാലങ്ങളിൽ പ്രതിരോധ ഉപകരണങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിച്ചിരുന്ന ഇന്ത്യ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ ചിത്രം പൂർണ്ണമായി മാറ്റിമറിച്ചു.
2014 46,429 കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം 2024-25 കാലയളവിൽ 1.54 ലക്ഷം കോടി രൂപയെന്ന സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നു. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിൽ 65% തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നത്. ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് പ്രതിരോധ സംവിധാനം, തേജസ് യുദ്ധവിമാനങ്ങൾ, DRDO വികസിപ്പിച്ച D4 ആന്റി ഡ്രോൺ സിസ്റ്റം തുടങ്ങിയവ ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ചു. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളിൽ നിന്ന് മാറി സ്വന്തം രാജ്യത്ത് നിർമ്മിച്ച ആയുധങ്ങളിലൂടെ യുദ്ധം ജയിക്കാമെന്ന് ഇന്ത്യ തെളിയിച്ചു. ഇത് കേവലം ഒരു സൈനിക വിജയമല്ല, മറിച്ച് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. മെയ്ഡ് ഫോർ ഇന്ത്യ എന്നതിൽ നിന്ന് മെയ്ഡ് ബൈ ഇന്ത്യ എന്നതിലേക്കുള്ള രാജ്യത്തിന്റെ വളർച്ചയുടെ അടയാളമായിരുന്നു ഈ ഓപ്പറേഷൻ. സൈനികർക്ക് യുദ്ധക്കളത്തിൽ വിജയിക്കണമെങ്കിൽ അവർക്ക് പിന്നിൽ ശക്തമായൊരു രാഷ്ട്രീയ നേതൃത്വം ആവശ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ 5ാമത്തെ തൂൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയായിരുന്നു. നയതന്ത്ര പ്രത്യാഘാതങ്ങളെ ഭയന്ന് സൈനിക നീക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന പഴയ ശൈലി ഉപേക്ഷിച്ച് സൈന്യത്തിന് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാൻ സർക്കാർ തയ്യാറായി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ എന്നാൽ തികഞ്ഞ വിവേകത്തോടെയാണ് ഓരോ നീക്കവും ആസൂത്രണം ചെയ്തത്. ഭീകരതയെ ഡോസിയറുകൾ അയച്ച് നേരിട്ടിരുന്ന കാലം അവസാനിച്ചുവെന്നും പകരം ശത്രുവിന്റെ മണ്ണിൽ കയറി അവരെ വധിക്കുമെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകിയത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നടത്തിയ നയതന്ത്ര നീക്കങ്ങളും സൈനിക വിജയത്തിന് കരുത്തേകി. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ ആഗോളതലത്തിൽ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. സൈനികമായ പ്രഹരത്തിനൊപ്പം തന്നെ ശക്തമായ നയതന്ത്ര കവചം തീർക്കാനും ഈ നേതൃത്വത്തിന് കഴിഞ്ഞു. 6ാം തൂണായി കണക്കാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഉയർത്തിപ്പിടിച്ച ഹോൾ ഓഫ് നേഷൻ സമീപനമാണ്. ഇത് കേവലം സൈന്യത്തിന്റെ മാത്രം പോരാട്ടമായിരുന്നില്ല. സ്വകാര്യ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ മുതൽ ISRO വരെ ഇതിൽ പങ്കാളികളായി. സൂയിസൈഡ് ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ വലിയ പങ്ക് വഹിച്ചു. ISROയുടെ 10ലധികം ഉപഗ്രഹങ്ങൾ സൈന്യത്തിന് നിമിഷങ്ങൾക്കകം കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. സർക്കാർ ഏജൻസികൾക്കിടയിലുണ്ടായിരുന്ന അകൽച്ചകൾ നീക്കം ചെയ്ത് എല്ലാവരെയും ഒരേ ലക്ഷ്യത്തിനായി അണിനിരത്താൻ ഇതിലൂടെ കഴിഞ്ഞു. തെറ്റായ വാർത്തകളെയും ശത്രുരാജ്യത്തിന്റെ പ്രൊപ്പഗണ്ടകളെയും നേരിടാൻ സിവിൽ ഭരണകൂടവും മാധ്യമങ്ങളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. കൂടാതെ പ്രതിപക്ഷ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി പ്രതിനിധി സംഘങ്ങളെ അയച്ചതിലൂടെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ കഴിഞ്ഞു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് രാജ്യം ഒന്നായി നിന്നതാണ് ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടിയത്. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ്. യുദ്ധമെന്നാൽ നാശത്തിന്റെ മാത്രം കഥയല്ലെന്നും കൃത്യമായ ആസൂത്രണവും സാങ്കേതിക മികവും ഉണ്ടെങ്കിൽ ശത്രുവിനെ തകർത്ത് സ്വന്തം ജനതയെ സംരക്ഷിക്കാമെന്നും ഇന്ത്യ തെളിയിച്ചു. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു നിർണായക ശക്തിയായി വളർന്നു കഴിഞ്ഞു എന്നതിന്റെ സാക്ഷ്യപത്രമാണിത്. ഈ സൈനിക നീക്കം നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സമാധാനത്തെ ആരെങ്കിലും വെല്ലുവിളിക്കാൻ വന്നാൽ അതിനതിശക്തമായ ഭാഷയിൽ മറുപടി നൽകാൻ പുതിയ ഇന്ത്യക്ക് അറിയാം എന്ന് തന്നെയാണ്. വരും തലമുറകൾക്ക് ഈ 6 തൂണുകൾ അഭിമാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും അടയാളമായി അങ്ങനെ നിലനിൽക്കും. ലോകശക്തിയായി മാറുന്ന ഇന്ത്യയുടെ യാത്രയിലെ തിളക്കമാർന്ന അധ്യായമായി ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.